ഹലോ ഗായ്സ്, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെന്താ മാങ്ങയായിട്ടെന്നല്ലേ. അപ്പോൾ ഗൈസ്, മാങ്ങ വെച്ചിട്ടൊരു പരിപാടിയുണ്ട്. നമുക്ക് മാങ്ങ വെച്ച് ലസ്സി ഉണ്ടാക്കിയാലോ? മാങ്ങ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അണ്ടി നമ്മൾ ഊമ്പിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മുടെ മാങ്ങയൊക്കെ ക്യൂബായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ക്യൂബായിട്ടാണ് ഗൈസ് അരിയേണ്ടത്. ഞാൻ അരിഞ്ഞു വന്നപ്പോൾ അത് വേറെ ഏതോ കോലത്തിലായിപ്പോയി. നമ്മുടെ മാങ്ങ കുറച്ച് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയല്ല, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായൊരു മാങ്ങയാണ്. ഒരു വെറൈറ്റി മാങ്ങയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മുടെ മാങ്ങ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ മാറ്റി വെച്ചായിരുന്നു, അത് യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈരാണ് ഗൈസ് എടുക്കുന്നത്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് തൈരാണിത്. ബിക്കോസ് ഇത് നല്ല ടേസ്റ്റാണ് ചുമ്മാ കഴിക്കാൻ വരെ. അപ്പോൾ ഗൈസ്, നമ്മൾ അത് രണ്ടും കൂടി എടുത്ത് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവസാനമാണ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ അടിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര നിങ്ങൾക്ക് വേണേൽ ആദ്യം ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് കസ്കസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിയാ സീഡാണ് വെള്ളത്തിലിട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ചിയാ സീഡ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണേൽ ചേർത്താൽ മതി. അതോടെ ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏലക്ക ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ഫ്ലേവറിങ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റ്, ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലസ്സി എന്ന് പറയുന്നത് മാംഗോ ലസ്സിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ അത് ഇത്രയും സക്സസ് ആവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഗൈസ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂണിൽ ഇച്ചിരി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.